മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ചമ്മയാണെങ്കിൽ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് മഹിമയാണെങ്കിൽ ഭർത്താവുമായിട്ട് കുറേ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ തന്നെ ആ ചെക്കും കൊണ്ട് പോയപ്പോൾ അവിടെ നല്ലവണ്ണം ഒരടി തന്നെ ഉണ്ടായി. ഏട്ടനും അനിയും തമ്മിൽ നല്ല അടിയായിരുന്നു. റൂമിലെ പ്രശ്നം പറഞ്ഞുകൊണ്ടേ ആ പേരിൽ ഞാൻ എന്നവനെ കൊച്ചാക്കുകയും ചെയ്തു എന്നൊക്കെ മഹമ്മ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, ഇങ്ങനെ ഓരോ ഡോസേ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതി. ആ സച്ചി പൊടിക്കൊന്നും അടങ്ങും. അത് മാത്രമല്ല അവിടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായില്ലേ, നമുക്ക് നമ്മുടെ മകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ഇയാളെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് സെൻട്രലൈസ്ഡ് AC കൊണ്ടുപോയപ്പോൾ അതിന് സമ്മതിച്ചില്ല. റൂമിനുള്ള ക്യാഷ് കൊണ്ടുപോയപ്പോൾ അതിന് സമ്മതിച്ചില്ല. ഇനി നമ്മൾ എന്തെങ്കിലും ബൾക്കായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അവർക്കത് സമ്മാനമായി കൊടുക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും അടുത്ത വഴക്ക് എന്ന് പറയുമ്പോൾ ആ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ, അത് ശരിയാ, നീ പറഞ്ഞത് എന്തായാലും ശരി തന്നെയാ. അങ്ങനെ അവിടെ എപ്പോഴും നമ്മുടെ പേരിൽ ഒരു കലഹം ഉണ്ടാക്കട്ടെ. ചേട്ടനും അനിയനും അച്ഛനും മക്കളും ഒക്കെ ആയിട്ടെ നല്ല തല്ലുണ്ടാവട്ടെ. അങ്ങനെ സമാധാനമില്ലാതെ നിക്കക്കളില്ലാതാമളെ നമ്മുടെ മോള് നമ്മുടെ അരികിലേക്ക് തിരിച്ചു വരുമെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ മഹിമയാണെങ്കിൽ ഭർത്താവിനെയും കൂടിയിട്ട് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. വലിയ സർപ്രൈസ് ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ നമ്മുടെ അച്ഛമ്മ വന്ന വിവരമൊന്നും അവിടെ അവർക്ക് അറിയില്ല കേട്ടോ. അച്ഛമ്മ വന്നിരിക്കുന്നത് തന്നെ രേവതിക്ക് സുഖമില്ലാത്ത കാര്യം അച്ഛമ്മ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അച്ഛമ്മ വന്നതിന് ശേഷം രേവതി പറയുന്നുണ്ട്, അതെ 24 മണിക്കൂറും ജോലി എന്ന് പറഞ്ഞ് നടന്നാലേ നിന്റെ ശരീരത്തിന് ഒരു റെസ്റ്റൊക്കെ വേണം. അതില്ലാത്തത് കൊണ്ടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖം ഉണ്ടാവുന്നേ. ചന്ദ്ര പറയുന്നുണ്ട്, അതിന് മാത്രം എന്ത് ജോലിയാമ്മേ ഇവള് ചെയ്യുന്നത്? പൂ കെട്ടാൻ പോകുന്നതോ അതാണോ ഇത്ര വലിയ ജോലി? ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലേക്ക് നിനക്കേ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇവിടെ ചുമ്മാ തിന്ന് കുറ്റം പറഞ്ഞു ഇരിക്കുകയാണല്ലോ. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അത് പിന്നെ ഞാൻ ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ട് എത്ര കുട്ടികളുണ്ട്? ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അച്ഛമ്മ പറയാണ്, അതിനെക്കുറിച്ചൊന്നും നീ പറയണ്ട മോളെ. ഈ വീട്ടിലെ ഒരു ചെയ്യേണ്ട എല്ലാ ജോലിയും ചെയ്തിട്ടാ അവള് പൂവിക്കാനായിട്ട് പോകുന്നത്. അതും AC മുറിയിരുന്ന് വർക്ക് ചെയ്യാനല്ല. ഈ നട്ടാക്കുരുക്കാത്ത വെയിലത്ത് ഒരു സ്കൂട്ടിയുമായിട്ടാണ് അവള് പോകുന്നത്. അവക്കുണ്ടായിരുന്നൊരു കട ഏതോ ദ്രോഹികള് അടച്ചുപൂട്ടി കളഞ്ഞല്ലോ എന്നൊക്കെ പറയാണ്. ചന്ദ്രയപ്പോ ഒന്നും മിണ്ടാതെ നിൽക്കാം കേട്ടോ. അവളുടെ മുഖത്തെ കള്ളത്തരമൊക്കെ അച്ഛമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, അല്ലമ്മേ വീട്ടിലെ ജോലികളൊക്കെ നമ്മളും ചെയ്യാറുള്ളതല്ലേ? ആണോ? എങ്കിൽ നാളെ തൊട്ട് നീ ചെയ്യാൻ. ഇവിടെ ഇപ്പൊ മൊത്തം എത്ര അംഗങ്ങളുണ്ട്? 4 ഭർത്താവും 4 ഭാര്യമാരും 8 പേരില്ലേ? ഈ 8 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി ഈ വീട്ടിലെ ജോലി മൊത്തം ചെയ്യണമെന്ന് പറഞ്ഞത് അത്ര ചെറിയ കാര്യമാണോ? ഇവിടെ നോക്കിക്കേ, എവിടെയെങ്കിലും ഒരു തുള്ളി അഴുക്കെങ്കിലും കാണാൻ പറ്റുമോ? അതെന്തുകൊണ്ടാ? രേവതി മോള് അത്ര വൃത്തിയാക്കി ഇവിടെല്ലാം ഇടുന്നോണ്ടല്ലേ. ഒരു വീട് ക്ലീൻ ചെയ്യണമെങ്കിൽ ചെറിയ കാര്യമാണെന്നാണോ ചന്ദ്രൻ നീ പറയുന്നത്? നിനക്കറിയാലോ, നേരത്തെ നിന്റെ 3 മക്കളെയും നിന്റെ ഭർത്താവിനെ നോക്കാൻ തന്നെ നീ എന്തുമാത്രം പാടുവിട്ടണമെന്ന് എനിക്കറിയാം. നീ തന്നെ ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവള് മിണ്ടാതെ അവിടെ നിൽക്കാൻ കേട്ടോ. നീയാണ് അതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. മറ്റു 2 മരുമക്കളും ഒന്ന് മേലണെങ്കിൽ ഒന്നും ചെയ്യാറ് കൂടിയില്ലെന്നൊക്കെ എനിക്കറിയാം. പിന്നെ നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട, എല്ലാം ഞാൻ കാണുന്നതാ. രേവതി മോള് ഒരു പാവമായതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവളെല്ലാം നിന്നെ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു കരുതിയിട്ടേ അവളുടെ തലയിൽ കയറാൻ നോക്കരുത്. ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് അച്ഛൻ പറയാണ്. ഈ വീട്ടില് 3 മരുമക്കളാ. ആ 3 പേരും കൂടി എല്ലാ ദിവസവും ജോലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിലോ? ഒരാൾ മിറ്റടിക്കുമ്പോൾ ഒരാളെ പരയ്ക്കാൻ തൂക്കുക, ഒരാളെ പാത്രം കഴുകുക, ശേഷം ഫുഡ് ഉണ്ടാക്കുമ്പോഴും 3 പേരുടെ ഒരുമിച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ രാവിലെ വീട്ടിലെ എല്ലാ ജോലിയും തീരും. എല്ലാവർക്കും ഒരേപോലെ സ്ട്രെയിനും ഒരേപോലെ സന്തോഷവും ഒരേപോലെ തന്നെ റെസ്റ്റും കിട്ടില്ലേ? ഇവിടെ എങ്ങനെയാ? ബാക്കി 2 മരുമക്കൾക്കും ഫുൾ ടൈം റെസ്റ്റും, ഇവർക്ക് മാത്രം എപ്പോഴും പണിയും. അതാണല്ലോ ഇവിടെ നടക്കുന്നേ. പിന്നെ എങ്ങനെ രേവതിക്കൊരു സമാധാനം ഉണ്ടാവും? അവൾക്ക് അസുഖം ഇല്ലാതിരിക്കും എന്നൊക്കെ ചോദിക്കാണ്. പാവം, എപ്പോൾ വിളിച്ചാലും അവൾക്ക് അസുഖമാണ്, പനിയാണ്. അതിൻ്റെയൊക്കെ കാര്യമേ അവൾക്ക് ആരോഗ്യമില്ലാത്തോണ്ടാ, ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുന്നോണ്ടാ എന്നൊക്കെ പറയാൻ കേട്ടോ. ചന്ദ്ര ഒന്നും മിണ്ടാതെ മനസ്സിലിങ്ങനെ പല്ലിറുമിക്കൊണ്ട് നിൽക്കാണ്. അച്ഛൻ പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞ അപ്പ അടി വീഴുമല്ലോ. അത് പേടിച്ചുകൊണ്ട് തന്നെ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അച്ഛമ്മയാണെങ്കിൽ വൈകുന്നേരം മഹിം അതുപോലെ നമ്മുടെ വർഷയും ശ്രുതിയൊക്കെ വരുമ്പോഴേക്കും അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ കൂടി ഈ രേവതിനെ ഒന്ന് സഹായിച്ചൂടെ? ആ രേവതി കണ്ടോ ഒട്ടും വയ്യാതെ കിടക്ക. അവളെ നിങ്ങൾക്കെങ്കിലും ഒന്ന് സഹായിക്കത്തില്ലേ? നിങ്ങളുടെ അമ്മായിമ്മയോ അത് ചെയ്യില്ല.
നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലെ മരുമക്കളല്ലേ എന്ന് ചോദിക്കുമ്പം വർഷ പറയാണ്, അയ്യോ മുത്തശ്ശി, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇന്നേ വരെ അടുക്കളയിൽ വീട്ടിൽ പോലും കയറിയിട്ടില്ല. പിന്നെ രാവിലെ ഡബിങ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരുപാട് ക്ഷീണിച്ച് ഞാൻ വരുന്നേ, അതുകൊണ്ട് അതൊന്നും പറ്റില്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയല്ലേ വർഷ രേവതിയും രാവിലെ വയ്യോളം ജോലിക്ക് പോവല്ലേ, അപ്പൊ പിന്നെ അവളുടെ കഷ്ടപ്പാടോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, അച്ഛമ്മേ, ഞങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾ 3 പേരും ഇപ്പൊ ജോലിക്ക് പോകണല്ലോ. ഞങ്ങളുടെ 3 പേരെ ഭർത്താക്കന്മാരും ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ വീട്ടില് ഒരു സർവന്റിനെ വെക്കാന്ന് ഞങ്ങൾ പറഞ്ഞതാ. നമ്മൾ 6 പേരും കൂടിയിട്ട് ഷെയർ ഇട്ട് സർവന്റിന് ശമ്പളം കൊടുത്താൽ മതിയല്ലോ എന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അതെന്തിനാ, ഈ വീട്ടില് ഒരു സർവന്റ് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും വർഷ പറയാണ്, കണ്ട അച്ഛമ്മേ, ഇതാ ഈ ആന്റിയുടെ നയം. ഞങ്ങളപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? എന്തായാലും എനിക്ക് ഇവിടുത്തെ ജോലിയും കഴിഞ്ഞിട്ട് പുറത്തെ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. രേവചിച്ചിട്ട് അത്രയും ഗട്സ് ഒന്നും എനിക്കില്ല എന്നും പറഞ്ഞിട്ട് വർഷ കയറിപ്പോന്നുണ്ട്. ശ്രുതി പറയാണ്, ഞാനും അങ്ങനെ തന്നെയല്ലേ, പാർലറിൽ പോയി വയ്യോളം മസാജും ഒരുപാട് ജോലി സ്ട്രെസ്സും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടി ഇപ്പോൾ ഷോറൂമും കൂടി നോക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഞാനും മാനേജ് ചെയ്യുന്നില്ലേ, പിന്നെ വീട്ടിലെ ജോലി കൂടെ പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാവും. വർഷ പറഞ്ഞ പോലെ ഒരു സെർവന്റിനെ വെക്കാണെന്നുണ്ടെങ്കിൽ ആ പണം ഞങ്ങൾ കൊടുത്തതാന്ന് ഞങ്ങൾ പറഞ്ഞതാ. 6 പേരും കൂടി ഷെയർ ഇട്ടാലും 4 രൂപ വെച്ച് കൊടുത്താൽ പോലും സെർവന്റിനുള്ള പൈസ ആവുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. രേവതി പറയാണ്, അച്ഛമ്മേ, അത്രയും കൊടുക്കാനുള്ള കാശൊന്നും ഞങ്ങളുടെ ഇല്ല. മാസം ഞാനും സച്ചേട്ടനും 4000 രൂപ വെച്ചിട്ടാ 8000 രൂപ ഞങ്ങളുടെ നിന്ന് പോക്കാം. ആ പൈസയിലെ കൂടെ കുറച്ചുണ്ടെങ്കിലേ സച്ചേട്ടന്റെ കാറുടെ സീസ് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ തന്നെ ജോലിയൊക്കെ ചെയ്തോളാം. ആ ജോലി ഞാനങ്ങ് ചെയ്യുകയാണെങ്കിൽ ആ 8000 രൂപയും കൂടി ഞങ്ങളുടെ കയ്യിലിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ നിന്നെ ആരെ കൊണ്ട് തീർത്താൻ പറ്റും എന്ന് ചോദിക്കാൻ അച്ഛമ്മ. ചന്ദ്ര മനസ്സിൽ പറയുന്നുണ്ട്, പിന്നെ അവള് ലാഭിക്കുന്നു. നീ തന്നെയാണ് ഈ വീടിന്റെ വേലക്കാരി, പണം തരാത്ത വേലക്കാരി എന്നും പറഞ്ഞ് ഉള്ളിച്ചിരിക്കാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, നിന്റെ ഈ തീരുമാനമാ മറ്റു പലർക്കും സന്തോഷം. അല്ല ചന്ദ്രേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിന്റെ മരുമക്കൾ 3 പേരും ജോലിക്ക് പോകുന്നുണ്ടല്ലേ, അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തെ, നീ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ പിന്നെ നിനക്കെങ്കിലും കുറച്ചൊന്നും സഹായിക്കത്തില്ലേ എന്ന് പറയാണ്. അത് പിന്നെ ഞാൻ സഹായിക്കാറുണ്ട് അച്ഛമ്മേ എന്ന് പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, അതെ അതെ, സഹായിക്കുന്നുണ്ട്. അടുക്കള ജോലിന്ന് രേവതിയെ പോയി വഴക്കുണ്ടാക്കി സഹായിക്കും. പിന്നെ അവൾ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ കഴിച്ച് സഹായിക്കും. അവൾ വൃത്തിയാക്കിയിടുന്ന വീടും പരിസരമൊക്കെ കുളമാക്കി സഹായിക്കും. ഇതൊക്കെയാ അമ്മയുടെ മരുമകൾ സഹായിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, ആണോടി, സത്യമാണ് ഞാൻ കേൾക്കുന്നതൊക്കെ? അയ്യോ അല്ലമ്മേ, അങ്ങനൊന്നും അല്ല. എന്താ രവിയേട്ടായത്, എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞാലല്ലോ, സത്യമല്ലേ പറഞ്ഞത്, ഇതാണോ സത്യം? ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. രേവതി ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാ. അവൾ എന്നെ പറഞ്ഞു കേട്ടില്ലേ, അവൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ടാ ഞാൻ അവളുണ്ടാക്കുന്ന ആഹാരമെല്ലാം നന്നായി കഴിക്കും. ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ. വീടും പരിസരമൊക്കെ അവൾ വൃത്തിയാക്കി ഇടാറ്. ഓരോരുത്തർ കണ്ടേ അതിശയിച്ച് പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് രേവതി ഒന്ന് പുകഴ്ത്തുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, നീ ആരാ മോളെന്നൊക്കെ എനിക്കറിയാം. എന്റെ അടുത്ത് കൂടുതൽ അഭിനയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചിയും ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ സുധിയും കൂടി കയറി വരുന്നുണ്ട്. ആഹാ, 3 പേരും വന്നോ? സച്ചിയാണെങ്കിൽ ഓടിന്ന് അച്ഛമ്മയെ തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അല്ലച്ചമ്മേ, എപ്പോഴാ വന്നേ? ഞാൻ ഉച്ചയ്ക്ക് വന്നതാ. നിന്റെ ഭാര്യയ്ക്ക് വയ്യെന്ന് പറഞ്ഞല്ലോ, ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. കുറച്ചു നാളായിട്ട് പതിവായിട്ട് അവൾക്ക് സുഖയില്ലായികയല്ലേ, എന്താന്ന് അന്വേഷിച്ചിട്ട് പോകാൻ വന്നാ. എന്തായാലും ഞാൻ നാളെ അവളെ അന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോട്ടെ, കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്യിക്കണം എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, എന്റെ പൊന്നച്ചമ്മേ, ഈ വീട്ടിലെ ജോലിയും പുറത്തെ ജോലിയും വെയിൽ കൊള്ളുന്നു എല്ലാം കൂടി അവൾക്ക് ഈ പ്രശ്നം. അവളോട് ഞാൻ പറഞ്ഞതാ ഇതൊന്നും ചെയ്യണ്ടായെന്ന്, എന്നിട്ട് അവളെ കേൾക്കണ്ടേ? ഞങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കുകയായിരുന്നു സച്ചി എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. എന്തായാലും അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിന്റെ ഭാര്യ പറഞ്ഞാല് കേൾക്കാൻ പോകുന്നില്ല. നിന്റെ അമ്മായിമ്മയാണെങ്കിൽ പിന്നെ അവളെ ജോലി ചെയ്യാതിരിക്കാൻ സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, ഇവിടെ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടായത്? എന്താ അച്ഛമ്മേ, എന്ത് പ്രശ്ന? ഈ വീട്ടിൽ എന്നും പ്രശ്നങ്ങളേ ഉള്ളൂ. എന്റെ അമ്മയുണ്ടല്ലോ ഇവിടെ, പിന്നെ പ്രശ്നത്തിന് വേറെ വഴിയെല്ലാം കണ്ടുപിടിക്കണോ എന്നാ സച്ചി ചോദിക്കുമ്പോ അച്ഛമ്മ പറയാണ്, അല്ല മഹിമ എന്തോ ക്യാഷ് കൊണ്ടുവന്നോ എന്തൊക്കെയോ പറഞ്ഞ പ്രശ്നം ഉണ്ടായല്ലോ, അതാ ചോദിച്ചത്. അല്ലച്ചമ്മേ, ഇതൊക്കെ അച്ഛമ്മയുടെ ആരാ പറഞ്ഞെന്ന് സച്ചി ചോദിക്കുമ്പം അതൊക്കെ ഞാൻ അറിയും എന്ന് പറയുന്നുണ്ട്. സുധി പറയുന്നുണ്ട്, എന്റെ പൊന്നച്ചമ്മേ, ഇവർക്ക് 2 പേർക്കും കിടക്കാൻ ഒരു മുറിയില്ല. ഇവര് ഹാളിലും ടെറസിലായിട്ട് കിടക്കുന്നേ. അങ്ങനെയുള്ളപ്പോ ഒരു മുറി പണിയാന്ന് പറഞ്ഞ് അച്ഛനൊരു എസ്റ്റിമേറ്റ് ഇട്ടോ. 7 ലക്ഷം രൂപയെങ്കിലും വേണമെന്നാ അച്ഛൻ പറഞ്ഞത്. അത് തരാനും പറഞ്ഞിട്ടാ ആ മഹിമയാൻറ്റി ഈ ശ്രീകാന്തിന്റെ അമ്മായിമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ സച്ചി അഭിമാനിയാണല്ലോ, അവൻ ഇഷ്ടപ്പെട്ടില്ല. അവനവരെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? അങ്ങനെ ബഹളം വെച്ച് അവരെ ഇറക്കി വിടുകയും ചെയ്തു.
അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതെ അതെ, അന്ന് അവരങ്ങ് ഒരു സെൻട്രലൈസ്ഡ് AC ആയിട്ട് വന്നതാ, അത് ഇവൻ സമ്മതിച്ചില്ല. ഇന്നാണെങ്കിലോ ദാ ഈ ഒരു ചെക്കുമായിട്ടും അവർ ഈടെ വന്നു, അതും അവൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഒന്നുമില്ലാതെ അവൻ ടെറസിലും ഇവിടെ നിലത്തും കിടക്കുക എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. സച്ചി പറയാണ്, അച്ഛമ്മേ എനിക്ക് അവരുടെ കാശ് വേണ്ട. അവരിങ്ങോട്ടേക്ക് കാശ് കൊണ്ടുവരുന്നത് നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ അല്ല. അത് മാത്രല്ല അവരുടെ കാശ് കൊണ്ടൊന്നും ജീവിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഇത് എന്റെ അച്ഛന്റെ വീടാ. അമ്മ എപ്പോഴും പറയും ഇത് അമ്മയുടെ വീടാ, അമ്മയുടെ വീടാന്ന്. പക്ഷെങ്കിലേ അമ്മയ്ക്ക് അച്ഛൻ ഉണ്ടാക്കി കൊടുത്തത് ഒരു ചെറിയ കൂരയാ. എന്റെ അച്ഛനാ ഈ വീട് കാണുന്ന വീട് ഇതുപോലെ ആക്കിയെടുത്തത്. അതുകൊണ്ടാ എന്റെ അച്ഛനേല് ഇപ്പൊ ക്യാഷ് ഇല്ലാത്തത്. എല്ലാം ഈ വീടിനോട് ചെലവാക്കായിരുന്നല്ലോ. മിച്ചം പിടിച്ച് അച്ഛൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബാക്കി പൈസയും കൊണ്ടാണല്ലോ ദാ ഈ മൂത്ത പുത്രൻ കൺട്രോളർമാർ കൊണ്ട് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി ചോദിക്കാണ്, നീ എന്തിനാ ഇപ്പോ ആ കാര്യമൊക്കെ വലിച്ചെടുക്കുന്നേ? പിന്നെ കാര്യം പറയണ്ടേ? പറയുമ്പോ എല്ലാം പറയണം എന്ന് പറയാണ്. അപ്പൊ പിന്നെ അവരുണ്ടെന്ന ക്യാഷ് ഞാൻ മേടിക്കണം അച്ഛമ്മേ. അതിലും ഭേദമേ ഞാൻ എന്റെ ഭാര്യയും കൂടി ഏതെങ്കിലും റോട്ടിൽ പോയി കിടക്കുന്നതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തും ഒന്നും മിണ്ടുന്നില്ല. ശ്രീകാന്ത് അപ്പോഴേക്കും അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മേ വർഷ കേൾക്കുമ്പോ ഞാനൊന്നും പറയാത്തതാ. അവർ അമ്മയ്ക്ക് എന്തോ മറ്റെന്തൊക്കെയോ പ്ലാനിങ് ഉള്ളവരൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അന്ന് തന്നെ ഇവിടുന്ന് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കായിരുന്നു. അന്നേരം ഏതച്ചേച്ചിയെ മനഃപൂർവ്വം കള്ളിയാക്കിയതാന്ന് ഞങ്ങളെല്ലാം അറിഞ്ഞ കാര്യമാണ്. അത് വർഷയ്ക്ക് മനസ്സിലായപ്പോഴാ വർഷ തിരികെ വന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോ അവരെയൊക്കെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്താഗതിയുണ്ട്. അതുകൊണ്ടാ അവരങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായ കാര്യടാ ശ്രീകാന്തേ, ഞാനത് പറയാതിരുന്നതല്ലേ. അന്ന് തന്നെ രേവതിയെ അത്രയും പേർ മുമ്പിൽ ഒരു കള്ളിയാക്കിയല്ലോ. എന്തായാലും സച്ചി നീ അന്ന് ചെയ്തതേ നല്ല കാര്യാ. അങ്ങേർക്കിട്ടെണ്ണ പൊട്ടിച്ചല്ലോ, അത് നന്നായി. നിന്റെ ഭാര്യയ്ക്ക് ചോദിക്കാൻ പറഞ്ഞ ആളുണ്ടെന്നേ നീ മനസ്സിലാക്കി കൊടുത്തല്ലോ, അത് നല്ല കാര്യമായി. എന്നാലും വർഷമോള് എല്ലാം അറിഞ്ഞിട്ട് തിരിച്ചു വന്നില്ലേ, അത് തന്നെ നല്ല കാര്യം എന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയാണ്, അതുകൊണ്ട് അച്ഛമ്മേ സച്ചിയേടൻ ഒന്നിനും സമ്മതിക്കാത്തത് അവർ ക്യാഷ് കൊണ്ട് വരുന്നതും AC കൊണ്ട് വരുന്നതുമെല്ലാം മറ്റെന്ത് ഉദ്ദേശം കൊണ്ടാണെന്ന് എനിക്കും തോന്നിക്കാറുണ്ട്. അന്ന് സെൻട്രലൈസ്ഡ് AC കൊണ്ടുവന്നപ്പോ ഞാൻ കുറച്ച് ചൂടായി. അത് വേറെ നിങ്ങണ്ടല്ല. വർഷയാണെങ്കിൽ അന്ന് ബഹളമായിരുന്നു. വർഷയുടെ അമ്മ കൊണ്ടുവന്നതല്ലേ. അപ്പോ സച്ചിയുടെ ഒരു തീരുമാനം എടുത്തത് വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിലും ഇവിടെ അച്ഛനുണ്ടല്ലോ സച്ചിയുടെ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ടാ ഞാനൊന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും അച്ഛമ്മ പറയാണ്, അത് ശ്രീകാന്ത് പറഞ്ഞത് ശരിയാ സച്ചി. ഇപ്പൊ നിന്റെ അച്ഛനോട് ഉണ്ടല്ലോ, അതുകൊണ്ട് അച്ഛൻ വേണം അതിലൊക്കെ തീരുമാനം എടുക്കാൻ. ശരിയാ അച്ഛമ്മേ, അവരാ സാധനം കൊണ്ടപ്പോ ഇവിടെ അച്ഛനില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനങ്ങ് പറഞ്ഞു പോയതാ. അത് സാരില്ല. എന്തായാലും ഇനി അവരെന്തെങ്കിലും കൊണ്ടുവന്നാലേ അത് നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ തീരുമാനം എടുത്തോളൂ. സച്ചി നീയായിട്ട് അവരോടൊന്നും പറയാൻ പോകരുത്. എന്തൊക്കെയാണേലും നമ്മുടെ വീടിന്റെ ബന്ധുക്കളാ അവര്. നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനുമാ. അപ്പൊ ആ ഒരു റെസ്പെക്ട് വിട്ട് നീ പെരുമാറാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും എല്ലാവരും ഒരു ഓണടി ശബ്ദം കേൾക്കുന്നത് കേട്ടോ. ഇതാരാ ഇപ്പൊ വരുന്നതെന്ന് എല്ലാവരും പുറത്തേക്ക് നോക്കാണ്. നോക്കുമ്പോ മഹിമയും കെട്ടിനോടാണ് കേട്ടോ വരുന്നത്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, 100 ആയുസാണല്ലോ, നമ്മൾ പറഞ്ഞങ്ങോട്ട് തീർന്നില്ല. അതിനു മുമ്പേ ഭാര്യയും ഭർത്താവും ഇങ്ങനെ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ ഓണടി കേട്ടുകൊണ്ട് മുറിയിൽ നിന്ന് വർഷം എത്തി നോക്കുന്നുണ്ട്. അച്ഛനമ്മയെന്ന് അറിഞ്ഞപ്പോ അവൾ ഓടി വന്ന് അമ്മയെ അച്ഛാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിലോ ദേ മഹിമ വന്നു എന്നും പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റാണ്. ഇത് കണ്ടപ്പോ സച്ചി അച്ഛമ്മയോട് പറഞ്ഞിട്ടുണ്ട്, കണ്ടോ അച്ഛമ്മേ, രേവതിയുടെ അമ്മ വന്നാലേ ഒന്ന് മൈൻഡ് പോലും ചെയ്യില്ല, അവരോട് നിരിക്കാൻ പോലും പറയില്ല എന്റെ ഈ അമ്മ. എന്നിട്ട് മഹിമ വന്നപ്പോ കാണിക്കുന്നത് കണ്ടോ, അതാ കാശുള്ളവരും ഇല്ലാത്തവരും തമ്മിലെ വ്യത്യാസം എന്നൊക്കെ പറയാണ്. ദേ സച്ചി, അവരവരുടെ മോളെ കാണാൻ വന്നിരിക്കാം, നീയായിട്ട് ഒന്നും പറയാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ലമ്മേ, ഞാനായിട്ട് ഒന്നും പറയില്ല അച്ഛമ്മേ എന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. അങ്ങനെ അവരകത്തേക്ക് കയറിയുമ്പം കയറിവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അവരെ ഭയങ്കര ആഘോഷപൂർവ്വം അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവരും അവിടെ വന്ന് ഇരിക്കുകയാണ്. അല്ല എന്താ വിശേഷിച്ച്? ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും വിശേഷം വേണോ ചന്ദ്രേ? ഏയ് അങ്ങനെയൊന്നും അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ലമ്മേ, എന്താ കുടിക്കാൻ വേണ്ടേ? ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളെ ഒരു അത്യാവശ്യ കാര്യത്തിലൂടെ വന്നതാ. എന്ത് കാര്യാ എന്ന് ചോദിക്കുമ്പോൾ ദാ മിട്ടത്തിരുന്ന കാർ നീ കണ്ടോ എന്ന് പറയുമ്പം പുതിയ കാറാണോ അമ്മേ എന്ന് ചോദിക്കാണ്. അതേ മോളെ, പുതിയ കാറാ. നമ്മളെ കുറച്ച് ദിവസമായി ഓർഡർ കൊടുത്തിട്ട് മോൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. ഇന്നാ അത് ഷോറൂമിൽ നിന്ന് വന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ നേരിട്ട് കൊണ്ടുവരായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാർക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടിച്ചെന്ന് നോക്കുന്നുണ്ട്. പിന്നാലെ തന്നെ സുധിയും ഓടിച്ചെന്ന് നോക്കുകയാണ് കേട്ടോ. ചന്ദ്രമതിയും ചെല്ലുന്നുണ്ട്. ഓ എന്റെ മോളെ, ഇത് സൂപ്പർ കാറാണല്ലോ. അല്ല എത്ര രൂപയായി ഈ കാറെന്ന് പറയുമ്പം എന്തായാലും 40 ലക്ഷം രൂപയെ കൂടുതലായി ചന്ദ്ര എന്ന് പറയുന്നുണ്ട്. കണ്ടാലും പറയും എന്ത് പ്രൗഡിയാലേ. അതെ, ഞങ്ങളുടെ ശ്രുതിയുടെ കാറേ ഉള്ളൂ ഇവിടെ.
അപ്പൊ സച്ചി ഒതുക്കാണ്, അതെല്ലാം എന്താണ് അങ്ങനെ പറഞ്ഞത്? എന്റെ കാറിലെ വിട്ടത്. ഓ, നീ ടാക്സ് വിളിക്കുന്ന കാറല്ലേ? ടാക്സി ആണെങ്കിലും അതും കാറ് തന്നെയാ. 10-15 ലക്ഷം രൂപ വിലയുള്ള കാറ്. സുധി പറയാണ്, എന്റെയും കാറുണ്ടല്ലോ അമ്മ വിട്ടത്ത്, എങ്കിലും അതുപോലാണോ ഇത്? അങ്ങോട്ട് നീ നോക്കട, അതിന്റെ പ്രൗഢി എന്താണെന്ന്. നിന്റെയൊക്കെ 5-6 ലക്ഷം രൂപയുടെ കാറ് പോലാണോ 50 ലക്ഷം രൂപയുടെ കാറ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ ഇതെല്ലാം നോക്കി നിൽക്കാണ്. അപ്പം നമ്മുടെ മഹിമയാണെങ്കിൽ അവിടെ നിന്ന് കളിയാക്കി ചിരിക്കുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ സച്ചി ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ മഹിമ പറയുന്നുണ്ട്, ചന്ദ്രൻ ഇത് നിങ്ങൾക്കുള്ളതാ, ഞാനേ ഇത് ഇങ്ങോട്ടേക്കായിട്ട് വാങ്ങിച്ചതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛമ്മ അവന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും മിണ്ടാതെ സച്ചിയോടെ നിൽക്കാതിരിക്കും. ചന്ദ്ര ചോദിക്കാണ്, ഞങ്ങൾക്കോ? എന്താ മഹിമ പറഞ്ഞേ? അതെ, നിങ്ങളുടെ മുറ്റത്തെ ഇതുപോലൊരു മണിയുടെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ ഞാൻ കൊണ്ടുവന്നത്. ചന്ദ്രൻ, കഴിഞ്ഞ തവണ ഞാൻ ഒരു സെൻട്രലൈസ്ഡ് AC കൊണ്ടുവന്നു, അത് നിങ്ങൾ വാങ്ങിച്ചില്ല. ചെക്ക് കൊണ്ടുവന്നു, അതും വാങ്ങിച്ചില്ല. എന്റെ മകളെ ജീവിക്കുന്ന വീടല്ലേ ഇത്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി തരണ്ടേ ഞാൻ എന്ന് ചോദിക്കാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ അത് പിന്നെ അമ്മ വർഷയ്ക്കായിട്ടാ കൊടുക്കുന്നെങ്കിൽ അത് കൊടുത്തോ, അല്ലാതെ ഈ വീട്ടിലേക്കായിട്ട് അമ്മ അത് കൊടുക്കണ്ടെന്ന് പറയുമ്പോ അതെന്തിനാ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇത് എന്റെ വീട് തന്നെയല്ലേ, ഞങ്ങളുടെ മോളെ വീട് തന്നെയല്ലേ? അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്ത്, അതിനിപ്പോ എന്താ പ്രശ്നം? നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ എല്ലാവർക്കും യൂസ് ചെയ്യാലോ, അച്ഛനും അമ്മയ്ക്കും ബാക്കി എല്ലാവർക്കും ഈ കാർ യൂസ് ചെയ്തൂടെ എന്ന് ചോദിക്കാണ്. വർഷേ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ വീട്ടിലേക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചെന്നെങ്കിൽ തരട്ടെ, നിന്റെ അമ്മയോ അച്ഛനോ അല്ലേ, അതിലിട്ടിപ്പോ ആരും തടസ്സം പറയാൻ വരില്ല. പക്ഷെങ്കില് വീട്ടിലേക്കായിട്ട് അത് വാങ്ങിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേ വർഷ ചോദിക്കാണ്, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ പറയുന്നുണ്ട്, വർഷമോളെ അവൻ പറഞ്ഞത് ശരിയല്ലേ, നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിന്റെ അമ്മ കൊണ്ടുവന്നത് ശരിയാ, പക്ഷെ ഈ വീട്ടിലേക്കായിട്ട് വരുമ്പോ അതിന് മറ്റൊരു പേരുകൂടി പറയും, അതുകൊണ്ട് അത് വേണ്ട മോളെ എന്ന് പറയുന്നുണ്ട്. മഹിമ പറയാണ്, എങ്കിലും ഞങ്ങൾ ഇവിടെ ആഗ്രഹിച്ചു കൊണ്ടുവന്നല്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛൻ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലേ, എങ്ങനെ നിങ്ങൾ സാധനം കൊണ്ടൊക്കെ വരുമ്പോ നേരത്തെ ഞങ്ങളെ അറിയിക്കണമെന്ന്. പിന്നെന്താ അറിയിക്കാഞ്ഞേ? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ എന്തുമാത്രം സന്തോഷത്തിലും ആഗ്രഹത്തിലാ ഈ സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കുറച്ച് കടന്ന കൈയാട്ടോ എന്നൊക്കെ പറയാട്ടോ. അച്ഛമ്മ മിണ്ടാതെ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കായിരിക്കും. വർഷയാണെങ്കിൽ ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ശ്രുതിയും ബാക്കി എല്ലാവരും ഹാളിൽ തന്നെ നിൽക്കായിരിക്കും. ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ ചോദിക്കാണ്, അല്ല ഇവിടെ ഇപ്പം കാറിന്റെ ആവശ്യമുണ്ട് ചന്ദ്രൻ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലമ്മേ, അത് പിന്നെ ശ്രുതിക്കുമുണ്ട്, പിന്നെ നമ്മുടെ സച്ചിക്കും ഉണ്ടല്ലോ. ഇവിടെ കാറില്ലാത്തത് വർഷയ്ക്കൊക്കെ അല്ലേ? വർഷയ്ക്ക് കാറില്ലെങ്കിൽ വർഷയുടെ ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ, ഭർത്താവ് വാങ്ങിച്ചോളും. എന്തിനാ വർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ എന്ന് ചോദിക്കുമ്പം അല്ലമ്മേ അത് പിന്നെ എന്ന് പറയുമ്പം വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ തവണ സച്ചിയുടെ തീരുമാനം തന്നെ നല്ലത്. ആ ചെക്കും കൊണ്ട് വന്നതും നിങ്ങൾ അപമാനിക്കാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? സെൻട്രലൈസ്ഡ് AC കൊണ്ടുവന്നതും നിങ്ങൾ അപമാനിക്കാൻ തന്നെയാ. മഹിമ ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും കരുതിയിട്ട് കൂടിയില്ല. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് AC ഇല്ലായിരുന്നു, എന്റെ മകൾ AC വളർന്നതല്ലേ, അതുകൊണ്ട് അത് വെക്കാന്ന് കരുതിയത്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ഇവിടെ ഇല്ലെങ്കിൽ എന്താ, അവളുടെ മുറിയിലുണ്ടല്ലോ, മുറിയിൽ നിന്ന് വിട്ടാ പിന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, നേരെ ജോലിക്കല്ലേ പോണത്, വേറെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? മഹിമ പറയാണ്, അതുപോലെ തന്നെ ഇവിടെ ഒരു മുറിയുടെ കുറവുണ്ടെന്ന് എന്റെ മോളിങ്ങനെ പറഞ്ഞപ്പോ അതിന് പൈസ ഇത്ര ആവുന്ന അറിഞ്ഞതുകൊണ്ടാ ഞാൻ ക്യാഷും കൊണ്ട് വന്നത്. അച്ഛമ്മ പറയുന്നുണ്ട്, ഈ വീട് പണിയാൻ എന്തായാലും നിങ്ങളുടെ ക്യാഷിന്റെ ആവശ്യമില്ല. ഇവിടെതാ ജീവനോടെ ഈ എൻ്റെ മോൻ്റെ 3 ആൺമക്കളുണ്ട്, അവർ വേണമെങ്കിൽ ചെയ്തോളും. അല്ലെങ്കിൽ 3 മരുമക്കളുണ്ട്, അവരുടെ കാശിലും അവർ വേണമെങ്കിൽ ചെയ്യട്ടെ, അല്ലാതെ അവരുടെ വീട് നടന്ന കാശൊന്നും ഇവിടെ വേണ്ടെന്ന് അച്ഛമ്മ പറയാണ്. മഹിമ പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ അങ്ങനൊന്നും കരുതിയില്ല. ഈ കാറ് ഇട്ടേക്കാണെന്നുണ്ടെങ്കിൽ ദാ ഈ രവീന്ദ്രനേട്ടനും അതുപോലെ ചന്ദ്ര ചേച്ചിക്കും പിന്നെ ദാ ഇവർക്കൊക്കെ ഉപയോഗിക്കാമല്ലോ, അങ്ങനെ കരുതിയിട്ടാ. മഹിമേ, ഞാനൊരു കാര്യം പറഞ്ഞു, നിന്റെ മകൾക്ക് സ്വന്തമായിട്ട് ഈ കാർ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. നിന്റെ മകൾക്ക് വേണ്ടി മാത്രം, അല്ലാതെ മറ്റാർക്കും വേണ്ടി ഇതും തരേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നവരാ, അങ്ങനെ ജീവിച്ചാൽ മതി. ഇതുപോലെ ഓസിന് കിട്ടിയതൊക്കെ മേടിച്ച് ശീലിച്ചാലേ പിന്നെ അത് തന്നെയായി പോവും അവരുടെ ഗുണവും. പിന്നെ കഷ്ടപ്പെടാനേ മടിയാവും, ജീവിക്കാനും മടിയാവും. അതുകൊണ്ട് അതൊന്നും വേണ്ട, ഇതും കൊണ്ട് എത്രയും പെട്ടെന്ന് പോയിക്കോ, അല്ലെങ്കിൽ അത് വർഷക്കായിട്ട് കൊടുത്തേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞു കേട്ടല്ലോ, ഇവിടെ അമ്മയുടെ വാക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ആർക്കും എന്തും. അതുകൊണ്ട് അമ്മയെ മറികടന്ന് ഇവിടെ ആരും ഒന്നും പറയില്ല എന്നും പറയാണ്.
മഹിമ അപ്പോഴേക്കും വർഷേനെ വിളിക്കുന്നു കേട്ടോ. വർഷ താഴേക്ക് ദേഷ്യപ്പെട്ട് ഇറങ്ങി വരുന്നുണ്ട്. മോളെ, ഇവർക്ക് എല്ലാവർക്കും എന്തായാലും കാർ വേണ്ടെന്ന് പറഞ്ഞു. ഞാനത് മോളുടെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നേ. മോൾക്ക് ഡബിങ് സ്റ്റുഡിയോയിൽ പോകാനായിട്ടും നിങ്ങൾക്ക് കറങ്ങാനൊക്കെ ആയിട്ട് പോകാനായിട്ടും മോൾക്ക് സ്കൂട്ടിയല്ലേ ഉള്ളൂ. ശ്രീകാന്തിനാണെങ്കിലും വണ്ടിയില്ല, ഒരു ബൈക്കല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളത് വാങ്ങിച്ചത്. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ താക്കോല് മേടിക്ക് എന്ന് പറയുമ്പോൾ വർഷ പറയുന്നു കേട്ടോ. അമ്മേ, എനിക്കായിട്ട് അമ്മ തരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനിത് ഇവിടെ ഇട്ടോളാം. അല്ലാതെ ഇത് ശ്രീകാന്തിനോ ഇവളുടെ വീട്ടുകാർക്കോ ആണെങ്കിൽ അത് വേണ്ട. ഇവര് പറഞ്ഞൊക്കെ തന്നെ ശരി. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇടുകയാണെങ്കിലേ അത് ശരിയാവില്ല. ഇവരെ ഒരു സ്ത്രീധനം മേടിച്ച രീതിക്കായിപ്പോവും. അതുകൊണ്ട് അത് വേണ്ട എന്ന് അവളും പറയുന്നു കേട്ടോ. മഹിമയ്ക്കും ആകെ പടങ്ങ് അടി കിട്ടിയവരായി. കാരണം ചന്ദ്രയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ചന്ദ്ര ഇരുകൈ നീട്ടിയവർ സ്വീകരിക്കും. അങ്ങനെ സച്ചിനെയൊക്കെ നാണം കെടുത്താന്നൊക്കെ കരുതാട്ടോ ഇരുന്നത്. വർഷ അങ്ങനെ പറയുമ്പോൾ ഇവക്ക് വല്ലാണ്ടാവുന്നുണ്ട്. എന്താമേ, അങ്ങനെ പോരെ, അത് മതി വർഷേ. ഞങ്ങൾ എന്തായാലും ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചല്ലേ, മോൾ ഈ കാർ എടുത്തോ എന്ന് പറയാണ്. വർഷയാണെങ്കിൽ ശ്രീയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്ത്, എന്താ നിന്റെ അഭിപ്രായം? ശ്രീകാന്ത് പറയുന്നുണ്ട്, നിന്റെ അമ്മ നിനക്ക് തരുന്നതിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനാ? നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ മേടിക്കുക, ഇഷ്ടമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. നിനക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നിന്റെ ഇഷ്ടമല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഒരുപാട് നാൾ കൊടുത്തുന്ന ഒരു സമ്മാനമാണ്, അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കുകയാണെന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വണ്ടി വർഷ ഏറ്റെടുക്കുന്നുണ്ട്, വർഷയുടെ മാത്രമായിട്ട്. ചന്ദ്രയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിമ അവിടുന്ന് പോവാണ് ദേഷ്യപ്പെട്ടുകൊണ്ട്. അച്ഛമ്മയാണെങ്കിൽ വർഷ കയറിപ്പോന്ന് കാണുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രയോട് പറയാണ്, ചന്ദ്രേ, നീ കൂടുതലേ ഓവറായിട്ട് ചിരിക്കൊന്നും വേണ്ട. ആ കാർ അവരെ മാത്രമാണ്, നിനക്കതിൽ യാതൊരു അവകാശമില്ലെന്ന് ഓർത്തോണം. ഇന്ന് തൊട്ടേ ട്രിപ്പ് പോകാൻ പ്ലാനൊന്നും ചെയ്യണ്ട. അല്ലമ്മേ, അവരുടെ പൈസ ആണെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? കാര്യം നടന്നാ പോരെ? ഓ, അങ്ങനെ കാര്യം നടക്കണ്ട. ഭാര്യ വീട്ടിൽ നിന്നൊന്ന് ചെലവ് കഴിച്ച് പഠിച്ചാലേ പിന്നെ അത് തന്നെയായിപ്പോ ശീലം. പിന്നെ നമുക്ക് മടിയായിപ്പോ. അതുണ്ടാവാൻ പാടില്ല. നിന്റെ അച്ഛൻ സ്ഥലമല്ലേ ഇത്, അതില് ഇന്നോവേറ്റ് ചെയ്ത് എത്ര രൂപ കഷ്ടപ്പെട്ടാ ഇവിടെ രവീന്ദ്രൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെങ്കില് വർഷയുടെ വീട്ടുകാര് അങ്ങനെയുള്ളവരൊന്നും അല്ല. നിന്റെ അച്ഛനെ നല്ല മനസ്സാക്ഷിയുള്ള ആളും നല്ല സ്നേഹമുള്ള ആളുമായിരുന്നു. നിങ്ങളുടെ ജീവൻ നന്നാവാൻ വേണ്ടിയിട്ടാ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ഈ മഹിമ അങ്ങനൊന്നും അല്ല. നിങ്ങളുടെ ജീവൻ നന്നാവാൻ വേണ്ടിയിട്ടല്ല, തമ്മിലടിക്കാൻ വേണ്ടിയിട്ടാ അവള് ചെയ്യുന്നതൊക്കെ. എനിക്കതെല്ലാം മനസ്സിലായി. നിനക്ക് ആ ബുദ്ധി ബോധം ഇല്ലാത്തത്. കാശുള്ളവരെല്ലാം ഭയങ്കര സംഭവമാണെന്ന് കരുതി നീ തലയിൽ കയറ്റി വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കാണ്. ഇനി മേലാൽ അവള് കൊണ്ടിരുന്ന എന്തെങ്കിലും സാധനം നീ കഴിഞ്ഞിട്ട് മേടിച്ചാണല്ലോ, നിന്നെ ശരിയാക്കും ഞാൻ എന്ന് പറയുന്നുണ്ട്. നിനക്ക് കാശിനുള്ള ആക്രാന്തം എത്രയൊക്കെയാണെന്നേ എനിക്കറിയാം. നിന്റെ മരുമകൾക്ക് പണമില്ലാത്തോണ്ടല്ലേ നീ ഇപ്പൊ ഇട്ടവളെ കഷ്ടപ്പെടുത്തുന്നത്. അതേപോലും ഞാൻ ചെയ്തിരുന്നെങ്കിലോ? നീ കൊട്ടക്കണക്കിന് സ്വത്തോട്ടൊന്നും അല്ലല്ലോ അങ്ങോട്ടേക്ക് വന്നത്. നിന്റെ പേരിൽ ആകപ്പാടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലം മാത്രമായിരുന്നു അല്ലേ? അതും നിന്റെ അച്ഛൻ കുറെ കാലത്തിന് ശേഷം നിനക്ക് നൽകിയത്. ഇന്നേ വരെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു മൊട്ടുകമ്മലെങ്കിലും നിന്റെ ഞങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എല്ലാം നിന്റെ തന്നെ ഇല്ലേ? നിന്റെ എല്ലാം നിന്റെ കയ്യിൽ തന്നെയുണ്ട് അല്ലേ? പിന്നെന്തിനാ നിന്റെ മരുമകളെ നീ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കാണ്. അവളിപ്പോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ എങ്ങനെ വന്നേനും നിന്റെ അവസ്ഥ എന്താണെന്നും ആദ്യം ചിന്തിച്ചു നോക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കായിരിക്കും. ചന്ദ്രയാണെങ്കിലും ദേഷ്യം വന്നിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. രവിയോട് ചോദിക്കാണ്, അല്ല നിങ്ങളുടെ അമ്മയുടെ ഒപ്പം ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഹോ, ആ മഹിമ വന്ന് കൃത്യസമയമായിരുന്നു. എങ്ങനെയെങ്കിലും ആ കാർ നമുക്ക് മേടിക്കായിരുന്നു. രവി ചോദിക്കാണ്, നിനക്ക് നാണമില്ലേ ചന്ദ്രേ? അവരുടെ മോക്ക് അവർ കൊണ്ടുവന്ന കാർ എങ്ങനെ നിനക്ക് തരിക? ആ മഹിമ മനഃപൂർവ്വം ചെയ്ത പണി തന്നെയായത്. എങ്ങനെയെങ്കിലും വീട്ടിൽ അടിയുണ്ടാക്കാൻ. അന്ന് ആ AC-യും അതുപോലെ തന്നെ ക്യാഷ് കൊണ്ടൊക്കെ വന്നപ്പോൾ ഇവരുണ്ടായ അടി നീ കണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവർ ചെയ്യുന്നതാണെല്ലാം. അതുപോലെ മനസ്സിലാക്കാനില്ലാത്ത വിവരമില്ലാത്ത കഴുത എന്നും പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. വർഷയാണെങ്കിൽ സ്ത്രീയോട് പറയുന്നുണ്ട്, ശ്രീകാന്തേ, നിനക്ക് വിഷമായോ? അമ്മയുടെ നിന്ന് വിളിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? സ്ത്രീ പറയാണ്, നിനക്കത് മനസ്സിലായില്ലേ? അന്ന് സെൻട്രലൈസ്ഡ് AC കൊണ്ടുവന്നപ്പോഴും അന്ന് ആ പണം കൊണ്ടുവന്നപ്പോഴും ഒക്കെ ഇവിടെ അടിയുണ്ടായി നീ മറന്നിട്ടില്ലല്ലോ. ഇവിടെ ഭാര്യമാരുടെ വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, അത് മതി. നീ അധ്വാനിക്കുന്നില്ലേ? ഞാനും അധ്വാനിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കാം, അത് മതി. മറ്റാരും കൊണ്ടു തരുന്ന ഒന്നും നമ്മൾ മോഹിക്കരുത്. ഇപ്പൊ സുധിയേട്ടൻ തന്നെ സുധിയേട്ടത്തിന്റെ അച്ഛൻ തന്ന പൈസയിലല്ലേ ബിസിനസ് ചെയ്യുന്നത്. അതെന്തായാലും പിന്നീട് സുധിച്ചേച്ചി കുത്തി പറഞ്ഞൊരു സംഭവമായിട്ട് തന്നെ വരും, അല്ലെങ്കിൽ നോയിക്കോ എന്ന് പറയാൻ കേട്ടോ. സുധിയേട്ടനാണെങ്കിൽ അതിലൊന്നിലും ഒരു കൈകാര്യം നടത്താനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ശ്രുതിയാണെങ്കിൽ എല്ലാത്തിലും കൈകടത്തും. എന്തെങ്കിലും പൈസയിൽ മിസ്റ്റേക്കോ എന്തെങ്കിലും വന്നാലേ
ശ്രുതിച്ചിട്ട് തനി സ്വരൂപം എന്താണെന്നേ സുധിയേട്ടൻ അറിയും. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ ആകെപ്പാടെ പ്രശ്നങ്ങളുമാവും. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നേ? നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് ജീവിച്ചാൽ പോലെ വർഷേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. ഇതുപോലെ ഉള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.